തൃക്കാക്കരയിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന 4ഓളം വില്ലകൾ വരുന്നൊരു വില്ല പ്രോജക്റ്റിനകത്താണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. എടപ്പള്ളിയിലേക്ക് 1.5 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ടാണ് ഈ വില്ലകൾ വന്നിട്ടുള്ളത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയയിൽ 2450 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് ഇന്ന് നമ്മൾ കാണാൻ വന്നിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം. പ്രധാന റോഡിൽ നിന്നും കയറി വരുന്നത് വില്ലയുടെ എൻട്രൻസിൽ തന്നെയാണ്. എൻട്രൻസിലായിട്ട് ഗേറ്റിന് ഓട്ടോമേഷൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ റോഡ് ലെവലിൽ നിന്നും ഏകദേശം ഒരു 5 അടിയോളം ഹൈറ്റിലാണ് വില്ലയുടെ സ്പേസ് മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റോഡിലേക്ക് വരാം. 5 മീറ്റർ വീതിയുള്ള റോഡാണ് കൊടുത്തിട്ടുള്ളത്. ടൈലാണ് കൊടുത്തത്, ഗ്രിപ്പുള്ള ടൈല് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോമ്പൗണ്ട് വാളുകൾ 3 സൈഡിൽ മാത്രമാണ് കൊടുത്തുള്ളത്. ഫ്രണ്ടിൽ ഫ്രീ ആയിട്ടാണ് കൊടുത്തുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ വില്ലയുടെ ഒരു ഭംഗിയും. ഇനി നമ്മൾ നേരെ നമ്മുടെ വില്ലയുടെ പോർച്ചിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. 2 വാഹനങ്ങളോളം ഈസി ആയിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ പോർച്ചിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈസി ആയിട്ട് ഒരു SUV സെഡാനോ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കവർ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ പോർച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 2 വശങ്ങളിലേക്ക് നടക്കാനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു വശത്തേക്കും നമുക്കൊരു വാഹനം ഇടാനുള്ള സ്പേസ് ഉണ്ട്. ഇനി ഒരു ഗസ്റ്റാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയും ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായി വരുന്ന സ്റ്റോൺ വർക്കുകളൊക്കെ ധാരാളം കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ. ഇത് കൂടാതെ തന്നെ ഇവിടെയായിട്ടാണ് വാട്ടർ സ്റ്റോറേജ് വന്നുള്ളത്. KW വാട്ടറിൻ്റെ സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. വശങ്ങളിലെല്ലാം നടക്കാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വീടിനകത്തേക്കാണ് വരുന്നത്. സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നാനോ ടൈലിൽ തന്നെയാണ്. 3 ചെയർ ഇടാനുള്ള സ്പേസ് നമുക്ക് സിറ്റ് ഔട്ടിൽ കിട്ടുന്നുണ്ട്. നേരെ നമുക്ക് അകത്തേക്ക് വരാം. വീടിൻ്റെ ദർശനം വന്നിരിക്കുന്നത് വെസ്റ്റിലേക്കാണ്. സാധാരണ കണ്ടുമറന്ന വീടുകളുടെ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നല്ല ഹൈറ്റിലാണ് ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. 2 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. സാധാരണ കണ്ടുവരുന്ന വീടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ഹൈറ്റിലാണ് ഇതിൻ്റെ ഡോറ് കൊടുത്തിട്ടുള്ളത്. ടീക്കൂടിലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പമുള്ള വിൻഡോസുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതും ടീക്കൂടിൽ തന്നെയാണ്. ഡബിൾ ഹൈറ്റ് ആയിട്ടുള്ള ഏരിയയാണ് കയറി വരുന്ന എൻട്രൻസ് തന്നെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ കയറുമ്പോൾ തന്നെ ഫ്രണ്ടിലായിട്ട് സ്റ്റെയർ സ്പേസ് കൊടുത്തിരിക്കുന്നത് 3 ലെയറായിട്ട് കയറാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ലിവിങ്ങിലാണ്. ലിവിങ്ങിൽ നിന്ന് നേരെ ഡൈനിങ്ങിലേക്ക് വരികയാണ് നമ്മൾ. അതിവിശാലമായിട്ടൊരു ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഫാൾ സീലിങ്ങിൽ LED ലൈറ്റുകളൊക്കെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് കൂടാതെ തന്നെ 2 വേ ലൈറ്റുകൾ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു കോർട്ട്യാർഡും കൂടി കൂടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തത്. ഇങ്ങനെ ഗ്ലാസിൻ്റെ വർക്കുകളാണ് കൂടുതലും വന്നിട്ടുള്ളത്. ബാക്കിലായിട്ട് ടൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്, പ്ലാൻസ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലേക്ക് നടക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഒരു ഷട്ടറും കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ആക്കാനും പറ്റുന്ന രീതിയിലാണ് അതും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ വാഷ് കൗണ്ടറിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു വാഷ് കൗണ്ടറാണ് കിട്ടിയിട്ടുള്ളത്. കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൽ മിറർ കൊടുക്കേണ്ട സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇനി സ്റ്റെയറിൻ്റെ ഭാഗത്തേക്ക് വരാം. സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് നമുക്ക് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസോട് കൂടി തന്നെയാണ് ഈ ഭാഗവും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. കിച്ചണിലേക്ക് കയറുന്ന എൻട്രൻസ് എല്ലാം ഭംഗിയായിട്ടാണ് വിനറിൽ കവർ ചെയ്തിട്ടുള്ളത്. നേരെ ഫ്രണ്ടിലേക്ക് വരാം. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ടാൻഡം ബോക്സിനാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഹുഡും ഹോപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഹാഫ്ലി എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ് അതും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സൈഡ് വശങ്ങളിലെല്ലാം പവർ പോയിൻറ്റുകൾ ധാരാളം കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കിച്ചനും കൂടിയാണ്. ഇനി നമുക്ക് ഔട്ട് സൈഡിലേക്ക് ഇറങ്ങുന്ന ഭാഗത്തേക്ക് വരാം. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഒരു സൈഡിലെ ഭിത്തി കവർ ചെയ്തിട്ടുണ്ട്. അതും ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. സ്ട്രെയിറ്റ് ആയിട്ട് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. സിങ്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്. അക്വഗേർഡിനുള്ളൊരു പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലും നമുക്ക് ഡോറ് വെച്ചിട്ട് നല്ല ഒരു വർക്ക് ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്ന രീതിയിലാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു കിച്ചനാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ്. ഈസ്റ്റിലേക്കാണ് ഫുഡും ഹോപ്പൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നമ്മൾ പോകുന്നത്.
സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം തന്നെയാണ്. LED ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ സൈസ് വരുന്നത് ഏകദേശം ഒരു 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. വിൻഡോസുകളെല്ലാം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം സ്പേസിലേക്ക് വരാം. ബാത്റൂമിലേക്ക് കയറുന്ന എൻട്രൻസിൽ തന്നെയായിട്ട് ധാരാളം സ്പേസ് കിട്ടുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. ഇനി ബാത്റൂമിലേക്ക് വരാം. വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളാണ് ഡിസൈൻ ചെയ്തത്. കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസും വന്നിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മിററിന് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫാൾ സീലിംഗ് ചെയ്തിട്ടുണ്ട്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് വന്നിട്ടുണ്ട്. റെയിൻ ഷവർ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെയായിട്ടാണ് ഡയവേർട്ടർ വന്നിട്ടുള്ളത്. എല്ലാം കോളറിൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിനൊരു ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്ത് മറയ്ക്കാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഫുള്ള് ടൈൽ ചെയ്തിരിക്കുകയാണ്. താഴെ മാറ്റ് ടൈല് ഭിത്തി ഗ്ലോസിയാണ്. ഡോറ് വന്നിരിക്കുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഡോറ് തന്നെയാണ്. യൂറോപ്പയുടെ ലോക്കാണ് ബാത്റൂമിന് വരെ കൊടുത്തിരിക്കുന്നത്. പന്ത്രണ്ട് 10 ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിട്ട് വിൻഡോസുകൾ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും കൂടിയാണ്. ഇനി നമുക്ക് അപ്സ്റ്റെയറിലേക്ക് പോകാം. ഇനി നമ്മൾ അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെതർ ഫിനിഷ്ഡ് ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ളൊരു ടൈൽ പാറ്റേണിലാണ് സ്റ്റെയർ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഹാൻഡിൽ വന്നിരിക്കുന്നത് ടീക്ക് വുഡിൽ ടഫ്ഡ് ഗ്ലാസ് ആണ്. നേരെ മേലേക്ക് കയറാം. ഇവിടെയായിട്ടൊരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട് വെസ്റ്റ് സൈഡിൽ. ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്തിടാവുന്നതാണ്. അപ്പം ഒരു എയർ ഫ്ലോ നമുക്ക് അകത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ ലോക്ക് ചെയ്യുകയും ചെയ്യാം. ഇതെല്ലാം UPVCയിലാണ് ചെയ്തിട്ടുള്ളത്. ടഫ്ഡ് ഗ്ലാസും വരുന്നുണ്ട്. അതിവിശാലമായുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് ആണ്. ഇവിടെയായിട്ടാണ് നമ്മുടെ TV സ്പേസും ഹോം തിയേറ്റർ സ്പേസും ഒക്കെ ആക്കാവുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫാൾ സീലിംഗിൽ ഓരോ ലൈറ്റ് പോയിന്റുകൾ വീതം കൊടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വിൻഡോസുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. 5 പാളി ജനലിൻ്റെ വലിപ്പമുള്ള വിൻഡോസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാച്ചുറലായിട്ട് ഈസി ആയിട്ട് കയറുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അവിടെ പവർ സ്വിച്ച് കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നുണ്ട്. വലിപ്പമുള്ളൊരു TV അവിടെ ഹാങ് ചെയ്താൽ നമുക്ക് ബാക്കായിട്ട് സോഫ സെറ്റീസിലൊക്കെ ഇട്ട് TV കാണാവുന്നതാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു അപ്പർ ലിവിങ് സ്പേസ് കിട്ടി. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് വരാം. പതിനാലടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. അപ്പോൾ നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. കസ്റ്റമൈസ് ചെയ്ത രീതിയിൽ നമുക്ക് വാർഡ്രോബ്സിലൊക്കെ ഡിസൈൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെയായിട്ടാണ് വിൻഡോസുകൾ വന്നിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡുമാണ്. ഫാൾ സീലിംഗ് ലൈറ്റും LED ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാത്റൂമിലേക്ക് വരാം. കോളറിൻ്റെ ഫിറ്റിങ്സ് ആണ്. വാഷ് ബേസിൻ, ഹാങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡൈവേർട്ടർ, റെയിൻ ഷവർ, എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ബാത്റൂം കിട്ടി. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. ഡ്രസ്സിങ് ടേബിളിനുള്ളൊരു സൗകര്യം കൂടെ ഉണ്ട് ഈ ബെഡ്റൂമിന്. ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. അതിവിശാലമായുള്ളൊരു ബെഡ്റൂം തന്നെയാണ്. 14 അടി നീളവും 10 അടി വീതിയുള്ള ബെഡ്റൂമാണ്. വെസ്റ്റ് സൈഡാണ് ഈ ഭാഗം വരുന്നത്. അവിടെയായിട്ട് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഫാൾ സീലിംഗിൽ ഓരോ LED ലൈറ്റുകൾ വീതമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടെയും കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ് വാർഡ്രോബ്സുകളെല്ലാം. ഇനി ഈ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ്സിങ് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. ഇത്രയും സ്പേസ് നമുക്കൊരു ഡ്രസ്സിങ് ടേബിളിനുള്ള സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. നേരെ ബാത്റൂമിലേക്ക് വരാം. ടൈലിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. ഫിറ്റിങ്സ് ഒക്കെ സെയിം തന്നെയാണ്. വാഷ് ബേസിൻ, ഹാങ് ക്ലോസറ്റ്, കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ഡയവേർട്ടർ, റെയിൻ ഷവറൊക്കെ ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ടൈല് ഒരു താഴെ കൊടുത്തിരിക്കുന്ന മാറ്റാണ്. വിത്ത് ഗ്ലോസിയും കൊടുത്തിട്ടുണ്ട്. ഡോറുകൾ ഒരേ ക്വാളിറ്റിയുള്ള ഡോർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 4 ബാത്ത് അറ്റാച്ച്ഡ് റൂമുകൾ നമ്മൾ കണ്ടു. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെയായിട്ട് ഒരു ബാൽക്കണിയും കൂടി ഉണ്ട്. അതും കൂടി ഒന്ന് കാണാം. വിശാലമായുള്ളൊരു ബാൽക്കണിയാണ്. ഇത് കവേർഡ് ബാൽക്കണിയാണ്. ഫ്രണ്ടിൽ ഹാൻഡിൽ വന്നിരിക്കുന്നത്
ടീക്കൂഡിൽ ടഫൻഡ് ഗ്ലാസ് ആണ്. ഇതിനും ഹൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് നമ്മൾ വരുന്നത്. അതിവിശാലമായുള്ളൊരു ഓപ്പൺ ബാൽക്കണിയാണ് വീടിന് കിട്ടിയുള്ളത്. നല്ല ഭംഗിയായിട്ട് നമുക്കിവിടെ ഗാർഡൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഊഞ്ഞാൽ കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സ്റ്റോണിൻ്റെ ഡിസൈനിലുള്ള ടൈലുകളാണ് ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല വിശാലമായുള്ളൊരു ബാൽക്കണി നമുക്കിവിടെ കിട്ടി. ഇന്ന് നമ്മൾ ഏറ്റവും മേലെ ടോപ്പിലേക്ക് പോവാണ്, അതായത് ഓപ്പൺ ടെറസ് ഏരിയയിലേക്കാണ് പോകുന്നത്. താഴത്തെ ആ ജനലിൻ്റെ പാറ്റേൺ മേലെ വരെ ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് എലവേഷൻ്റെ ഭാഗമായി വരുന്നതും കൂടിയാണ്. ഇതൊരു അയൺ ടേബിളും മറ്റൊക്കെ ഇടാനുള്ള ഒരു സ്പേസിനായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പവർ പോയിന്റ് വരുന്നുണ്ട്. വിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. 2 സെക്ഷനായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ ടാങ്കിൻ്റെ സ്പേസിലേക്ക് കയറാനായിട്ടുള്ള ലാമ്പും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെയായിട്ടാണ് വാട്ടർ ടാങ്ക് വന്നുള്ളത്. അതിന് താഴെയായിട്ടൊരു പവർ പോയിന്റ് വന്നിട്ടുണ്ട്. ഇവിടെയായിട്ട് വാട്ടർ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. അതുകൂടാതെ തന്നെ വാൽവ് കാര്യങ്ങളെല്ലാം ഇവിടെ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തത്. ചാനൽ അടിച്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കെല്ലാം ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലംബിംഗ് വർക്കുകളൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തേക്ക് വരാം. അതിവിശാലമായിട്ടുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ കൂടി നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം. തൃക്കാക്കരയിൽ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന വില്ലയുടെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 5 സെൻറ്റ് ലാൻഡ് ഏരിയ വരുന്നുണ്ട്. 2450 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. ഇതിന് ചോദിക്കുന്ന റേറ്റ് 2,15,00,000 രൂപയാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിളുമാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.